Good morning. Audible ano? Am I audible? Yes, ma'am. Yes, Okay. Hi. How are you guys? fine. Hi. Fine, ma'am. All good? Okay. How about Appo. you? I'm also fine. Thank you. All right. So we'll start with today's class. Recently, one current affairs ആണ് major GST shake-up 12% and 28% slabs to be axed. അല്ലേ? അപ്പോൾ 12% 28% സ്ലാബ് ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു ന്യൂസാണ് GST ഒരു അവർ തീരുമാനിക്കുന്നത്. Alright, it's not yet been finalized, but since this has come up, anyways, discussions over GST and GST Council, things like this will be very prominent in the news hereafter. So you guys need to know what exactly GST is, right? Can you tell me what tax is? And then a tax. What is taxation? Why is tax necessary? What is tax? Why is tax necessary? What is tax? What is a tax? Anybody? എന്താണ് ടാക്സ്? നമ്മൾ എന്തിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്? Something that we pay to the government, right? Something that we pay over a product or over our income or over a property sale. അല്ലേ? ഇതെല്ലാം ടാക്സ് ആയിട്ട് നമ്മൾ പറയാറില്ലേ? ഇതെന്തിനാണ് ഈ ടാക്സ് കൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യാനാ? What does the government do with tax? Why does the government need tax? Can you tell me? Come on, it's Government people's കൂടുതൽ exactly. infrastructure It's for the people itself, right? ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. നമ്മളിപ്പം ഗവൺമെൻറ് ഏത് രീതിയിൽ ടാക്സ് കളക്ട് ചെയ്താലും ഇത് ഫൈനലി ഇറ്റ് ഗോസ് ഇൻ ടു ദ വെൽഫെയർ സ്കീംസ് ഓഫ് പീപ്പിൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റൈറ്റ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ടാക്സേഷൻ മണി യൂസ് ചെയ്യുന്നത്. റോഡ്സിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, right? So all of this money is going to the government, and the government is using this money for the development of the country, which is directly and indirectly helping in the development of the people of the country, including us, right? നമ്മളെ പോലത്തെ ആൾക്കാർക്ക് വരെ അതൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാക്സേഷൻ സിസ്റ്റം ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്, right? So what are the kind of taxes that usually is being collected in India? Has been, the system has been in place for many years now. എങ്ങനത്തെയൊക്കെ ടാക്സേഷൻ ആണ് നമുക്ക് ഇന്ത്യയിൽ കണ്ടുവരുന്നത്? Can you tell me? There are two types of taxes. Okay, one is direct tax, the other one is indirect tax. ഈ direct tax എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by direct tax? Do you know that your parents pay a certain amount of tax on their income? നിങ്ങൾക്ക് അറിയോ അത്? That അവരുടെ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ they are supposed to pay a certain amount of tax to the government. Okay, so that is a direct tax. That is you're paying from the income. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ്, അത് ഒരു ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ്, കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വരുന്ന ടാക്സുകൾ, കോർപ്പറേറ്റ്സിന് പേ ചെയ്യേണ്ടി വരുന്ന ടാക്സുകൾ, ഇതൊക്കെ ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് പോകേണ്ട ടാക്സുകളാണ്. ഓക്കെ, ഇത്ര ശതമാനമുണ്ട്, ഈ ഒരു ഇൻകത്തിന് മേളിലാണെങ്കിൽ you have to pay this much amount of tax. If your income is lower than that particular amount, then your tax percentage will also reduce. That is how direct tax works. അതായത് ഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ അമൗണ്ടിനെ അനുസരിച്ചിരിക്കും ടാക്സേഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു കട്ട് ഓഫ് ഗവൺമെൻറ് വയ്ക്കും. ആ കട്ട് ഓഫിലും കൂടുതൽ നിങ്ങൾക്ക് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന ഒരു കൂടുതലായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ടാക്സ് ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. ഇനി ആ കട്ട് ഓഫിന് താഴെയാണ് നിങ്ങൾ ഏൺ ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചുള്ള ടാക്സേഷൻ കുറച്ച് പെർസെൻറ്റേജ്, അതായത് കൂടിയ ആൾക്കാർക്ക് അത്രയുള്ള പെർസെൻറ്റേജ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് കൈ കിട്ടുന്ന അനുസരിച്ചുള്ള ഒരു പെർസെൻറ്റേജ് ഗവൺമെൻറ് പറയും, ആ പെർസെൻറ്റേജ് ഇൻകം ടാക്സ് കൊടുത്താൽ മതി. ഇനി അതിലും കുറവ് ടാക്സേഷൻ ഉള്ള ആൾക്കാർക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട അതിലും കുറവ് ഇൻകം ഉള്ള ആൾക്കാർക്ക് ടാക്സേ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. Okay, so how does this direct tax work?
ഇറ്റ് ഈസ് എ പ്രൊപ്പോർഷണൽ ടാക്സ്. പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പെർസെൻറ്റേജ് അപ്ലൈ ആവുന്നത്. So if you're a person who is having a very well off job with 24 to 30 lakhs package per annum, then you will have to pay a higher amount of income tax. Whereas if you're a person who is having a job with less than 8 lakh per annum, you will have to pay very less tax. അല്ലേ, നമ്മൾ ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, നമുക്ക് കിട്ടുന്ന കാശിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ സാലറി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും മനസ്സിലായോ? ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയോ? വാട്ട് ഈസ് എ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഇസ് ഇറ്റ് ക്ലിയർ? Gautam, Ananya and Navi? Clear, ma'am. Clear? Ananya, is it clear? Yes, ma'am. And Navi. So, now you must have understood that direct tax എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ എബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. Now think about a person who is going to buy a biscuit packet from a shopkeeper. All right, you are going to buy, your father's income is 16 lakhs per annum probably, fine, and നിങ്ങളുടെ കൂട്ടുകാരൻ്റെ, your friend's father's income probably would be 8 lakh per annum അല്ലെങ്കിൽ 7 lakh per annum. Both of you are going to buy 2 biscuit packets, one each of the same company. Okay, you're buying that biscuit packet. Or you are buying a jam packet. ജാമിൻ്റെ, നിങ്ങൾ കിസാൻ ജാം മേടിക്കാൻ വേണ്ടി നിങ്ങളുടെ വീടുകളിലോട്ട് ഗൗതം മേടിക്കാൻ പോവുകയാണ്, ഗൗതമിൻ്റെ വേറൊരു ഫ്രണ്ടും മേടിക്കാൻ പോവുകയാണ്. ഫൈൻ. സോ യു ആർ ബൈയിങ് ദിസ് കിസാൻ ജാം പാക്കറ്റ്. Now you are supposed to pay a tax on this particular product. Okay, in this particular taxation issue or taxation, what is the issue? നിങ്ങളുടെ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ജാമിൻ്റെ ടാക്സേഷൻ വർക്ക് ചെയ്യുന്നത്. ജാമിന് ഒരു ഇന്ന ശതമാനം ടാക്സ് എന്ന് പറഞ്ഞൊരു ടാക്സ് എമൗണ്ട് ഉണ്ട്. വാല്യൂ എഡിഷൻ, അതായത് ജാം പ്രോസസ്സ് ചെയ്ത്, ഫ്രൂട്ട്സ് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കി കമ്പനിയിൽ നിന്ന് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കടകളിലോട്ട് എത്തിക്കുമ്പോഴത്തേനും ഒരു ടാക്സ് വാല്യൂ ആഡഡ് ആവുന്നുണ്ട് അവിടെ. ഓക്കെ, ഒരു വാല്യൂ എഡിഷൻ നടക്കുന്നുണ്ട്. ഒരു ആപ്പിളിനെ ആപ്പിൾ ജാം ആക്കാൻ അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രൂട്ട്സ് കൊണ്ടൊരു മിക്സ്ഡ് ഫ്രൂട്ട് ജാം ആക്കാൻ അവിടെ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് പ്രോസസ്സിങ്, റൈറ്റ്? ഫ്രം ദ കമ്പനി അഗൈൻ ഓൾ ദിസ് ഇസ് ട്രാൻസ്പോർട്ടഡ് ടു ദ ഷോപ്പ്കീപ്പർ. ആ ട്രാൻസ്പോർട്ടേഷന് ചാർജസും അതേപോലെ തന്നെ ഒരു വാല്യൂ എഡിഷൻ പ്രോസസ്സാണ് മൊത്തത്തിൽ നടക്കുന്നത്, അല്ലേ? ഇതിനൊരു ടാക്സ് ചാർജ് ചെയ്യും ഇവർ. നമ്മളപ്പം നിങ്ങൾ രണ്ടുപേരും ഈ ജാം മേടിക്കാൻ പോവാണ്, രണ്ടുപേരും ഒരേ amount-ആണ് പേ ചെയ്യുന്നത്, റൈറ്റ്? ബോത്ത് ഓഫ് യു ആർ പേയിങ് ദ സെയിം amount ഫോർ ദ ജാം. ഇസ് ദാറ്റ് പ്രൊപ്പോർഷണൽ ടാക്സ് നൗ ഹിയർ? നിങ്ങളുടെ സാലറിയുടെയോ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണോ ഈ ടാക്സേഷൻ? Is it? Allah, right? So here what is happening, irrespective of what your economic background is, irrespective of what you are, എന്താ പറയുക, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം എന്താണോ എന്ന്, irrespective of that, you are supposed to pay the same amount for that jam bottle, right? So don't you think it is burdening the 7 lakh per annum family, and that he is also having to pay the same amount? Don't you think so? Right? So this is an indirect taxation. Indirect tax എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് കാശ്. ഫൈൻ. ഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സേഷൻ അല്ല. നിങ്ങൾക്കിപ്പോൾ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻകം കിട്ടിക്കഴിഞ്ഞ് ഇത്ര ശതമാനം ഞാൻ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു എന്നുള്ള ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു കാശായിട്ടാണ് ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നത് ഇവിടെ. നിങ്ങൾ പോലും മനസ്സിലാകും. ജാമിന് 30 രൂപ, ഓക്കെ, ഒരു ചെറിയ ടെട്രാ പാക്കിന് 30 റുപ്പീസ്. അതിൽ ഹിഡൻ ടാക്സ് ആയിട്ട് ഈ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവും, നിങ്ങളത് തിരിച്ചറിയുന്നില്ല. സോ യു someone from a very affluent family as well as someone from a very എന്താ പറയുക, poor family is having to pay the same amount of price for the same product. Okay, you get it? Is it clear?
So is in ഈ പറയുന്ന taxation is good or bad? ഈ പറയുന്ന നമ്മുടെ indirect taxation നല്ലതാണോ ചീത്തയാണോ? Can you tell me? What do you think? നല്ലതല്ലേ? നല്ലതാണെന്നാണോ? അതെ. Which taxation should be more? Direct tax ആയിരിക്കണോ indirect tax ആയിരിക്കണോ കൂടുതൽ ഉണ്ടാവേണ്ടത്? ഡയറക്ട് ടാക്സ് അല്ലേ? Direct tax, right? Why do you say so? Because we already saw that indirect tax is burdening a poor family. Indirect tax is not a proportional tax. പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന ഒരു ടാക്സ് അല്ല ഇൻഡയറക്റ്റ് ടാക്സ്. ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ദി എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ഒരു സ്ലമ്മിൽ നിന്ന് പോയി ഒരു ബ്രെഡ് പാക്കറ്റ് മേടിക്കണം അല്ലെങ്കിൽ ഒരു ജാം പാക്കറ്റ് മേടിക്കാൻ ആൾക്കാർ, അംബാനി ഒരു ജാം പാക്കറ്റ് മേടിക്കണമെങ്കിൽ ഒരു സ്ലമ്മിൽ നിന്ന് ഒരാൾ പോയി ജാം പാക്കറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിലും സെയിം എമൗണ്ട് കൊടുക്കണം. ഡു യു തിങ്ക് ദാറ്റ്സ് ഫെയർ? That's not fair in a developing country like India, right? So always we should focus on increasing the direct taxation in a country. For a country's development, നമ്മൾ indirect taxൽ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് എക്കണോമിക്സ് പറയുന്നത്. ഓൾവേസ് ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. ഡയറക്റ്റ് ടാക്സിൻ്റെ റേഷ്യോ, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ റേഷ്യോ നമ്മൾ നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് ടാക്സിൻ്റെ റേഷ്യോ കൂടുതലായിരിക്കണം ഇൻ കമ്പാരിസൺ ടു ഇൻഡയറക്റ്റ് ടാക്സ്. ബിക്കോസ് ഡയറക്റ്റ് ടാക്സ് ആക്ച്വലി മീൻസ് ദ ട്രൂ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി, ബിക്കോസ് ഇറ്റ്സ് ബർഡനിങ് ഓൺലി പീപ്പിൾ ഹു ആർ കേപ്പബിൾ ഓഫ് ഗിവിങ് ദ മണി. ഓക്കെ, അതായത് ഒരാളുടെ സാലറി അല്ല അല്ലെങ്കിൽ ഒരാളുടെ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പറയുന്ന ഒരു എല്ലാവർക്കും ഒരേപോലെ ടാക്സേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഹൗ വിൽ പുവർ പീപ്പിൾ സർവൈവ്, റൈറ്റ്? ഹൗ വിൽ ബിലോ പോവർട്ടി പീപ്പിൾ സർവൈവ്? അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ആവറേജ് ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ സർവൈവ് ചെയ്യും? അപ്പം ഈ ഒരു സംഭവമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ടാക്സേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി ടാക്സസ് കളക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ കൺട്രി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ എന്താ പറയുക, സ്കൂൾസ്, കോളേജസ്, റോഡ്സ്, ഓൾ ഓഫ് ദിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ സ്കീംസ്, ഹോസ്പിറ്റലിലുള്ള വെൽഫെയർ സ്കീംസും, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ടാക്സേഷൻ സിസ്റ്റം ടാക്സസ് കളക്ട് ചെയ്ത് പോകുന്നത്, റൈറ്റ്? ഇനി ടാക്സിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ടാക്സ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷണൽ ടാക്സ് ആണ്, വിച്ച് ഇസ് വെരി ഗുഡ്. ഓക്കെ, ബേസ്ഡ് ഓൺ വാട്ട് എ പേഴ്സൺ ക്യാൻ പേ, ഹി ഈസ് പേയിങ് ദ ടാക്സ്. വെറാസ് ഇൻഡയറക്റ്റ് ടാക്സ്, ഇറ്റ് ഈസ് എ ഹിഡൻ ടാക്സ്. ഹിഡൻ ടാക്സ് എന്ന് പറയുമ്പോൾ ആൾ പോലും അറിയാണ്ട് ആൾ പേ ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് there is no proportionality here. Irrespective of what background you come from, you are supposed to pay the same amount of tax. Now, prior to the implementation of the goods and services tax, there were a lot of taxes, okay, lot of indirect taxes. ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ടായിരുന്നു. എന്താണ് ഈ GST ചെയ്തത്? സത്യം പറഞ്ഞാൽ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വന്നപ്പം ഈ എല്ലാവിധ ഇൻഡയറക്റ്റ് ടാക്സസിനെയും ഓക്കെ ഒരു സിംപ്ലിഫൈഡ് സ്ട്രക്ചർ ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചത്. അതായത് ആൾക്കാർക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നു. പീപ്പിൾ ആർ അൺഅവെയർ അബൌട്ട് ദ ടാക്സസ് ദേ ആർ പേയിങ് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. ഓക്കെ, പീപ്പിൾ ആർ ഒരു ലാക്ക് ഓഫ് ഐഡിയ റിഗാർഡിങ് ദിസ് പെർട്ടിക്കുലർ കോൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ദർ വാസ് സോ മച്ച് ഓഫ് കൺഫ്യൂഷൻ. വാട്ട് ടാക്സ്, വെയർ ടു പേ, എങ്ങനെ നമ്മൾ അടയ്ക്കും, ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷനോടുകൂടി ഇറ്റ് വാസ് സോർട്ടഡ് ഔട്ട്. Okay, so the main purpose of why in the first place a goods and services tax was implemented was to simplify this indirect tax structure. This has nothing to do with direct taxes. Okay, this GST has nothing to do with direct taxes. This only deals with the indirect taxation system in India. Okay, so the goods and services tax was actually brought into picture to simplify the entire structure of our indirect taxation in India. Is this clear? So which amendment act actually introduced GST and the GST Council, which will come up later? നമുക്ക് GST Council ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം. GSTയും GST Councilഉം ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് ആക്ട് ആണ് 101st Amendment Act of 2016. Okay, the 101st Amendment Act of 2016 combines several central and state levies. അതായത് പല സെൻട്രൽ ഇൻഡയറക്റ്റ് ടാക്സസും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഡയറക്റ്റ് ടാക്സസും കൂടി കമ്പൈൻ ചെയ്ത് ഇറ്റ് ക്രിയേറ്റഡ് എ സിംഗിൾ ഇൻഡയറക്റ്റ് ടാക്സ് സ്ട്രക്ചർ ത്രൂ ഔട്ട് ഇന്ത്യ.
Is this clear? Indirect tax എന്താണെന്ന് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്താണ് നമ്മൾ ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നേഷൻ വൈഡ് എഫക്റ്റിൽ വന്ന ദിവസം അല്ലെങ്കിൽ തീയതി എന്ന് പറയുന്നത് July 1st, 2017 ആണ്. ഓക്കെ, സോ റിമെമ്പർ ദിസ്. സംടൈംസ് PSC, കേരള PSC ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എന്നാണ് GST ഇംപ്ലിമെൻറ്റ് ആയത്. UPSC, I think back when it was introduced, probably it would have been a hot topic. പക്ഷെ ഇപ്പം GST എന്നാ ഇൻട്രൊഡ്യൂസ് ചെയ്തേ എന്നുള്ള ആ ഒരു ഡേറ്റ് ഒക്കെ നിങ്ങൾ അത്രയും ഇതായിട്ട്, പക്ഷേ ഇഫ് യു ആർ അപ്പിയറിംഗ് ഫോർ അതർ എക്സാമിനേഷൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ July 1st, 2017 was the date goods and services tax was implemented. It is a value added tax known as GST. ഓക്കെ, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ജാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അവിടെ ഒരു വാല്യൂ എഡിഷൻ നടക്കുകയാണ്, റൈറ്റ്? ഒരു വാല്യൂ എഡിഷൻ. നമ്മളിപ്പോൾ ഒരു ഷർട്ട് മേടിക്കുകയാണ്. ഷർട്ട് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഈ ഷർട്ട് മാനുഫാക്ചറർ ആദ്യം മേടിക്കുന്നത് റോ മെറ്റീരിയൽ ആയിട്ടാണ്, അല്ലേ? കോട്ടൺ മേടിച്ചോ അല്ലെങ്കിൽ സിൽക്ക് എവിടെ നിന്നെങ്കിലും മേടിച്ചോ ഒക്കെയാണ് ഈ ആള്, ഈ മാനുഫാക്ചറർ പുള്ളിയുടെ കമ്പനിയിൽ ഈ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഷർട്ട് ഉണ്ടാക്കാനുള്ള പ്രോസസ്സിങ്, റൈറ്റ്? അപ്പോൾ ഇയാൾ ഈ ഒരു കോട്ടൺ മേടിക്കുമ്പോൾ തന്നെ ആ കോട്ടൺ മേടിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് ഇയാൾ ഇച്ചിരി ടാക്സ്, ഒരു എമൗണ്ട്, ഇപ്പം സേ 1 lakhൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ 1 lakhന് ഒരു ഇച്ചിരി ടാക്സ് പുള്ളി കൊടുക്കേണ്ടിയിരുന്നു, അല്ലേ? നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അതിന് ടാക്സേഷൻ is applicable. You have to give a certain amount of tax to buy a certain product. So that guy brings this cotton or silk into his company. He is making a shirt out of it. അപ്പോൾ അവിടെ ഒരു വാല്യൂ എഡിഷൻ നടക്കുകയാണ്. കോട്ടൺ അല്ലെങ്കിൽ സിൽക്കിനെ ഇയാൾ, ഈ മാനുഫാക്ചറർ, what is he doing? He is converting it into a product. He is converting it into a shirt. So that value addition is happening there. ആ വാല്യൂ എഡിഷനിൽ വീണ്ടും ടാക്സേഷൻ അപ്ലൈ ആവും വെൻ ഇറ്റ് കംസ് ഇൻ ടു ദ മാർക്കറ്റ്. ഇതിനെയാണ് നമ്മൾ വാല്യൂ എഡിഷൻ ടാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ വെരി സിമ്പിൾ ടേംസ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ വാട്ട് എക്സാക്ട്ലി ഈസ് എ വാല്യൂ എഡിഷൻ ടാക്സ്. ഒരു പ്രോഡക്റ്റിന്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് നമ്മൾ വാല്യൂ എഡിഷൻ നടത്തി കഴിഞ്ഞാലാണ് വാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഷുഗർ കെയിനിന് വാറ്റ് ഒന്നും വേണ്ട. ഷുഗർ കെയിൻ എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഈ ഷുഗർ കെയിനിനെ ഷുഗറാക്കി മാറ്റുന്ന സമയത്ത് ഒരു വാല്യൂ എഡിഷൻ നടക്കുന്നില്ലേ? അവിടെ ഒരു വാല്യൂ എഡിഷൻ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഷുഗർ കെയിനിനെ നമ്മൾ റിയൽ കമ്പനി, ഈ ട്രോപ്പിക്കാന അല്ലെങ്കിൽ റിയൽ ജ്യൂസ് കമ്പനീസ് ഒക്കെ എടുത്ത് ഷുഗർ കെയിനെ പ്രോസസ്സ് ചെയ്ത് അവരുടേതായ രീതിയിൽ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കുകയാണെന്ന് കരുതുക. അവരുടെ ടിൻ പാക്കേജസിലൊക്കെ ആക്കി അവർ പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ഒരു വാല്യൂ എഡിഷൻ നടക്കുകയാണ്. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആയ ഷുഗർ കെയിൻ അവിടെ അവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഒരു വാല്യൂ എഡിഷൻ നടത്തി അവിടെ ഒരു ജ്യൂസ് ആക്കി മാറ്റുകയാണ്, റൈറ്റ്? സോ there again this particular concept of value addition tax will apply, VAT will apply. Okay, so this is, I'm just telling you an example of what exactly a value addition tax is. GST എന്ന് പറയുന്നത്, it's just like a value addition tax. It works like a value addition tax. Okay, just that its name is goods and services tax. It is applied to the provision of all goods and services. Goods and services no GST applicable ആണ്. Okay, now it took the place of state taxes like VAT എന്ന് പറയുന്ന വാല്യൂ അഡിഷൻ ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, ലക്ഷറി ടാക്സ് ഒക്കെ ചില ലക്ഷറിയസ് പ്രോഡക്ട്സ്, ഇപ്പോൾ BMW മേടിക്കുകയാണ് അല്ലെങ്കിൽ ഹൈ എൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ ലക്ഷറി ടാക്സ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ആസ് വെൽ എസ് സെൻട്രൽ ലെവീസ് ലൈക്ക് എക്സൈസ് ഡ്യൂട്ടി നമ്മൾ ആൽക്കഹോളിനൊക്കെ കൊടുക്കുന്നതാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലേ? അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, ഇതിനൊക്കെ ഈ പറയുന്ന GST സബ്സ്യൂം ചെയ്ത് ഇപ്പം അതിന് ഒരു അംബ്രല്ലയുടെ അടിയിൽ എല്ലാത്തിനെയും കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ അടിയിലാണ് ഇപ്പം ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഈസ് സോ മച്ച് ക്ലിയർ? എനി ഡൗട്ട്? No, ma'am. No? Navi? Ananya, No all doubt. clear? ഓക്കെ, ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സപ്ലൈ ബേസ്ഡ് ടാക്സേഷൻ. ഓക്കെ, നമ്മൾ ഈ പറയുന്ന GST കുറിച്ച് പറയുമ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടാക്സേഷൻ മെക്കാനിസം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓൾഡ് ടാക്സ് സിസ്റ്റം, ഇത് ന്യൂ ടാക്സ് സിസ്റ്റം, നമ്മുടെ ന്യൂ GST സിസ്റ്റം. GST ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സെനാരിയോയിൽ
ഇത് ഓൾഡ് ടാക്സേഷൻ സിസ്റ്റമാണ്. ബിഫോർ GST എറയിൽ ഉണ്ടായിരുന്ന ഒരു സിനാരിയോ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഒരു മാനുഫാക്ചറർ, ഓക്കെ, ഹീ ഈസ് ഗെറ്റിംഗ് റോ മെറ്റീരിയൽ. നമുക്ക് ഷർട്ട് കമ്പനി തന്നെ എടുക്കാം, കാരണം പിക്ചറിൽ ഷർട്ടാണ് കാണിച്ചിരിക്കുന്നത്. കോട്ടൺ ഒപ്റ്റെയിൻ ചെയ്യുകയാണ് ഇയാൾ. ഓക്കെ, ഇയാൾ കോട്ടൺ ഒപ്റ്റെയിൻ ചെയ്യുകയാണ് ഫ്രം സം ഗൈ, ഫ്രം സം ഫാർമർ പ്രോബബ്ലി. ആൻഡ് വാട്ട് ഈസ് ഹീ ഡൂയിങ്? വൺസ് ഹീ gets this raw material, he is supposed to pay a certain amount of tax to that farmer or to the company that is processing this cotton and giving it to him. Okay, അതായത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള കോട്ടൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മൾ പഞ്ഞിയായിട്ടല്ലല്ലോ മരത്തിൽ നിന്ന് എടുക്കുന്നത്. നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് പ്രോപ്പർ യൂസബിൾ ആയിട്ടുള്ള കോട്ടൺ ആക്കി മാറ്റിയാലേ അടുത്ത ആൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും, അടുത്ത മാനുഫാക്ചറിന് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബബ്ലി ഫോർ കോട്ടൺ ഷർട്ട് ഓർ സാരി ഓർ വാട്ട് എവർ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? റോ മെറ്റീരിയൽ ഒപ്റ്റെയിൻ ചെയ്യുന്ന കോഴ്സിൽ ഈ ആള് ഒരു 10% ടാക്സ് കോട്ടൺ വിൽക്കുന്ന ആൾക്ക് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ 100, അതിൽ ടാക്സ് ഇൻക്ലൂഡിങ് ടാക്സ് 10% എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ടാക്സ് 10%. ഇനി അയാൾ ഈ പറയുന്ന സാധനം അയാളുടെ കമ്പനിയിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം അയാൾ ഇതിനെ ഷർട്ടാക്കി മാറ്റുന്നു. അവിടെ എന്താണ് പറ്റുന്നത്? വാല്യൂ എഡിഷൻ നടക്കുകയാണ്. ഓക്കെ, so there is a value addition happening in this process, and once this value addition is happening, here they are assuming that the value addition is 30 rupees. 30 രൂപയുടെ വാല്യൂ എഡിഷൻ ആണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്, അതായത് കോട്ടനെ ഷർട്ടാക്കി മാറ്റാൻ. ഈ വാല്യൂ എഡിഷനിൽ വരുന്നതാണ് എന്താണ്? നമ്മുടെ എല്ലാ, അതായത് ഒരു കമ്പനി ഒരു റോ മെറ്റീരിയലിന് ഒരു പ്രോഡക്റ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും വില അതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ. സോ ഈ പറയുന്ന റോ മെറ്റീരിയലിന് വാല്യൂ എഡിഷൻ 30 റുപ്പീസിൻ്റെ വാല്യൂ എഡിഷൻ നടത്തി ഒരു ഷർട്ടാക്കി മാറ്റി. ഓക്കെ, ആ ഷർട്ടിൻ്റെ വില ഇപ്പം എത്രയായി? 130 രൂപ. 130 രൂപ, രണ്ട് സ്ഥലത്തും 130 രൂപയാണ്. ഇനി പണ്ടത്തെ ടാക്സേഷൻ സിസ്റ്റം പ്രകാരം ഈ ഷർട്ട് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഹോൾസെയിലറിൻ്റെ അടുത്ത് എത്തിക്കണ ആ ഒരു സമയത്തിനുള്ളിൽ വീണ്ടും ഒരു ഇൻഡയറക്റ്റ് ടാക്സ് അപ്ലൈ ആവുമായിരുന്നു. അതായത് ടാക്സ് 10%. ഇപ്പം നമ്മൾ പല ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ട്രാൻസ്പോർട്ട്, ഇൻ ദ കോഴ്സ് ഓഫ് ദ ട്രാൻസ്പോർട്ട് ഇറ്റ്സെൽഫ് വീൽ ഹാവ് ടു പേ എ ലോട്ട് ഓഫ് ടാക്സസ്, റൈറ്റ്, ഫോർ ദ പേഴ്സൺ ടു ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തിക്കാൻ ആ പുള്ളി അത്യാവശ്യം കാശ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ വൺസ് ദിസ് happens, what is the complete cost price? ഇപ്പോൾ ടാക്സേഷൻ 10% on 130 rupees, അപ്പോൾ ടാക്സ് 13 രൂപയാണെന്ന് ഓർക്കുക. ഈ കോസ്റ്റ് പ്രൈസ്, അതായത് നമ്മൾ റോ മെറ്റീരിയൽ മേടിച്ച് വാല്യൂ അഡീഷൻ നടത്തിയപ്പോൾ 130 ആയിരുന്നു. അവിടെ നിന്ന് 10%, ഈ 130-ൽ 10% ടാക്സ് എന്ന് പറയുമ്പോൾ 13 rupees ആണ് വരുന്നത്. അപ്പോൾ ഫൈനൽ റേറ്റ് എന്താണ്? 143 രൂപ. ഹോൾസെയിലറിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേനും ഈ ഒരു ഷർട്ടിൻ്റെ പ്രൈസ് 143 രൂപ, ഇൻക്ലൂഡിങ് 2 taxes. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടാക്സ്. ഇവിടെ ഒരു ടാക്സ് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. വീണ്ടും അടുത്ത ഒരു ടാക്സും കൂടി കഴിഞ്ഞതിന് ശേഷം മൊത്തം ക്യുമുലേറ്റീവ് ടാക്സും എല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം, പ്രോഡക്റ്റിൻ്റെ വാല്യൂം കൂടി ആഡ് ചെയ്തതിന് ശേഷം 143 രൂപയാണ് ഇവിടെ കൊടുക്കുന്ന ടാക്സ് എന്ന്, അല്ലെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇൻ ദ ന്യൂ ടാക്സേഷൻ സിസ്റ്റം, ഇൻ ദ ന്യൂ GST സിസ്റ്റം, വാട്ട് ഈസ് ഹാപ്പനിങ്? ഹിയർ ദ റോ മെറ്റീരിയൽ സെയിം, അപ്പുറത്ത് ചെയ്തതുപോലെ തന്നെ ഇവിടെയും പുള്ളി റോ മെറ്റീരിയൽ മേടിക്കാൻ ഒരു സർട്ടൻ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വാല്യൂ അഡിഷൻ നടത്തിയിട്ടുണ്ട് 130 രൂപ ഷർട്ടിന്. ഇവിടുത്തെ അതേപോലെ തന്നെ ഇവിടെയും 130 രൂപ ഷർട്ട്. ഇവിടെ ടാക്സേഷൻ 10% തന്നെയാണ്. പക്ഷെ GST റെജീമിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ഇതൊരു ടാക്സ് ഓൺ ടാക്സ് സിസ്റ്റം അല്ലേ. അതായത് ഇത് ഓൾറെഡി ഒരു ടാക്സ്ഡ് എമൗണ്ട് ആണ് ഈ 100 എന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് 10% എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ടാക്സ്ഡ് എമൗണ്ടിൽ വീണ്ടും നമ്മൾ 10% ടാക്സ് അപ്ലൈ ചെയ്താണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് എമൗണ്ടിൽ വരുന്നത്. GST സിസ്റ്റം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ ടാക്സ് ഓൺ ടാക്സിനെ അവോയ്ഡ് ചെയ്ത് ഇവരിവിടെ നോക്കൂ, കോസ്റ്റ് പ്രൈസ് 130 rupees ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ കോസ്റ്റ് പ്രൈസ് നമ്മൾ ടാക്സ് ആക്ച്വലി 10% അപ്ലൈ ആവുകയാണെങ്കിൽ 13 രൂപ ആവണമായിരുന്നു. പക്ഷെ GST എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കൊടുത്ത 10% ടാക്സ് ഈ 13 അവർ സബ്ട്രാക്ട് ചെയ്യുകയാണ്. 13 - 10 3. അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു റൗണ്ട് ടാക്സ് കൊടുത്തു കഴിഞ്ഞു.
അപ്പം നമ്മൾ എന്തിനാണ് വീണ്ടും ബേർഡൻ ചെയ്യുന്നത്? ഇത് ഓരോ സ്റ്റേജിലും എന്തിനാണ് ഈ ടാക്സേഷൻ നടക്കുന്നത് എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് ദിസ് ഇസ് കോൾഡ് ദ കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ്. ഓക്കെ, ദിസ് ഇസ് ദ കാസ്കേഡിങ് എഫക്റ്റ്. ഓരോ ആൾക്കാർ ഓരോ ഫേസിലും ടാക്സ് ഓൺ ടാക്സ് കൊടുത്ത് അവസാനം കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടുമ്പം, ഇതിപ്പോൾ ഹോൾസെയിലറിനാണ് 143 രൂപ, ഇത് റീറ്റെയിൽ ഷോപ്സിലോട്ട് എത്തുമ്പോൾ വീണ്ടും ഒരു എമൗണ്ട് കൂടും, ഹോൾസെയിലിന് റീറ്റെയിലിലോട്ട് എത്തുമ്പോൾ വീണ്ടും ഒരു എമൗണ്ട് കൂടും. So by the time the customer gets his hand on the shirt, he is having to pay a lot of money. ഈ 143 രൂപ എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ആണ്. നമ്മൾ ഒരു കടയിൽ പോയി ഇപ്പോൾ റിലയൻസ് ട്രെൻഡ്സിലോ അല്ലെങ്കിൽ മാക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പ് കീപ്പറിൻ്റെ അടുത്ത് പോയി നമ്മൾ സാധനം മേടിക്കുന്നത്, അത് റീറ്റെയിലാണ്. ഹോൾസെയിലിൽ നിന്ന് റീറ്റെയിൽ വരുമ്പോൾ വീണ്ടും പ്രൈസ് കൂടും അല്ലേ? അപ്പം ഈ ഒരു കോൺസെപ്റ്റ്, അതായത് കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ് ഒഴിവാക്കാനാണ് ഏറ്റവും അധികം GST ശ്രമിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു കോസ്റ്റ് പ്രൈസ് 130 റുപ്പീസിൽ വീണ്ടും ടാക്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഓൾറെഡി നമ്മൾ ടാക്സ് അടച്ചത് കൊണ്ട് ഇവിടുത്തെ ഈ 13 രൂപയും നേരത്തെ നമ്മൾ ഓൾറെഡി അടച്ച 100ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10 രൂപ. അപ്പം 13 - 10 3 റുപ്പീസാണ് ഇതിൽ കൂടാൻ. അതായത് ഈ ഒരു ഫേസിൽ 3 റുപ്പീസ് മാത്രം നമ്മൾ അഡീഷണൽ അടച്ചാൽ മതി എന്നുള്ളതാണ്. പിന്നീട് ഹോൾസെയിലറിൻ്റെ അടുത്ത് വരുമ്പോൾ നേരത്തെ 143 രൂപ അടയ്ക്കേണ്ടിരുന്നത് ഇപ്പം 130 + 3 133 റുപ്പീസായി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കണക്ക് വെച്ച് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ, കാര്യം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. യൂഷ്വലി എല്ലാ ഫേസിലും ടാക്സേഷൻ അപ്ലൈ ആവും. അപ്പോൾ ബൈ ദ ടൈം ദ പ്രോഡക്റ്റ് റീച്ചസ് the customer has to pay tax on tax. ഇതെല്ലാം കൂടി കോസ്റ്റ് പ്രൈസും എല്ലാം കൂടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിക്കാൻ യൂസ് ചെയ്യുന്നത്. GSTയിൽ ഈ ഒരു കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സസ് ഒഴിവാക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? കൺഫ്യൂഷൻ ആയോ? ഇസ് ഇറ്റ് കൺഫ്യൂസിങ്? നോ? Gautam, Naveen? Okay. So basically നിങ്ങൾ GST എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫൈനൽ പ്രോഡക്റ്റിനാണ് മെയിനായിട്ട് നമ്മളിവിടെ ടാക്സ്. അതായത് ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കഴിയുമ്പം അതിൻ്റെ മുമ്പത്തെ സ്റ്റേജസിൽ എന്തൊക്കെ ടാക്സസ് ഉണ്ടായിരുന്നോ അതിൻ്റെ ബേർഡൻ കസ്റ്റമേഴ്സിലോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ GSTയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അവോയ്ഡിങ് ദ കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സസ്. കാസ്കേഡിങ് എഫക്റ്റ് പണ്ടുണ്ടായിരുന്ന ആ ഒരു കാസ്കേഡിങ് എഫക്റ്റ്, ഓരോ ഫേസിലും ടാക്സ് കൊടുത്താണ് പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തിയിരുന്നത്. ഇപ്പം GST എന്താ ചെയ്യുന്നത്? നേരത്തെ ടാക്സ് കൊടുത്തതല്ലേ, അപ്പോൾ അടുത്ത ഫേസിൽ ടാക്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നെറ്റ് എമൗണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കണ്ട 13 - 10, നേരത്തെ 10 റുപ്പീസ് ടാക്സ് കൊടുത്തു, ഇപ്പം 13 റുപ്പീസ് അടയ്ക്കേണ്ട പാട്ടിൽ 13 - 10 3 റുപ്പീസ് അടച്ചാൽ മതി എന്നുള്ളൊരു ബേർഡനിങ് കുറച്ച്, കാസ്കേഡിങ് എഫക്റ്റ് കുറച്ച് ആണ് GST ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത്. ക്ലിയർ? സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദിസ് ഇസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. അതായത് ഒരു പ്രോഡക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള ആ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് ടാക്സ് GST കൊടുത്താൽ മതി. അല്ലാണ്ട് ഇതിന് മുന്നേ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് എടുത്ത സമയത്ത് എത്ര ശതമാനം, ഇപ്പം കോട്ടൺ മേടിച്ച സമയം മുതലുള്ള ടാക്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ഷർട്ട് ഉണ്ടാക്കുന്നതിന്. അവസാനത്തെ ഫേസിൽ എന്താണോ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പം വരുന്നത് അതാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് കസ്റ്റമേഴ്സിന് വരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ബൈ യൂസിങ് GST സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, so it is a supply based taxation. Unlike previous taxes that were imposed on manufacturing, sales or service provision, GST is imposed on the supply of goods and services. Okay, so നേരത്തെ എങ്ങനെയാണ് മാനുഫാക്ചറിങ് സെയിൽസ് ഓരോ ഫേസിലും നമ്മൾ ടാക്സ് കൊടുക്കണമായിരുന്നു, ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഡെസ്റ്റിനേഷൻ സ്റ്റേജ്. അതായത് അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് സിസ്റ്റമാണ്. ദ GST റീപ്ലേസസ് ദ പ്രീവിയസ് ഒറിജിൻ ബേസ്ഡ് ടാക്സിംഗ് മോഡൽ ബൈ ഫംഗ്ഷനിങ് ആസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു ഫേസിൽ മാത്രം നമ്മൾ ഇതിന് ടാക്സ് കൊടുക്കുക. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ള ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് അല്ല. കസ്റ്റമേഴ്സ് ആ കൺസംഷൻ്റെ ഫേസിൽ വരുന്ന ഒരു എമൗണ്ട് GST ഒരു ഫിക്സ്ഡ് എമൗണ്ട് പറയും. ഓക്കെ, ഇപ്പോൾ ജാമിന് 12% ആണ് GST എന്ന് പറയുന്നത്.
ഓക്കെ, അതേപോലെ പല പ്രോഡക്ട്സ് ഉണ്ട്. മിൽക്കിനൊക്കെ 5%, മിൽക്ക് ഐ തിങ്ക് ഈസ് മിൽക്ക് കേർഡ്, അങ്ങനത്തെ പ്രോഡക്ട്സിനൊക്കെ 0% ആണ്. ദർ ആർ ഫ്യൂ അതർ എഗ്സ് ഒക്കെ 0% ആണ്. ഓക്കെ, പക്ഷെ പാക്ഡ് മിൽക്ക് അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേനും GST ഇച്ചിരി മാറും. ഓക്കെ, 5% ഒക്കെ ഇമ്പോസ് ചെയ്യും. ദർ ആർ പ്രോഡക്ട്സ് വൺസ് വി ഒപ്റ്റെയിൻ, ഇപ്പോൾ റോ മിൽക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന പോലെയല്ല, റോ മിൽക്ക് കഴിഞ്ഞ് അതിനെ പ്രോസസ്സ് ചെയ്ത് പാസ്ചറൈസ് ചെയ്ത് പാക്കറ്റിലാക്കി നമ്മൾ മിൽമ പാൽ മേടിക്കുന്ന സമയത്ത് മിൽമ പാലിന് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് വാല്യൂ അഡീഷൻ അവിടെ ടാക്സ് നടക്കുന്നുണ്ട്, റൈറ്റ്? ബിക്കോസ് ഇറ്റ്സ് ബീങ് പ്രോസസ്ഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു എ packet and you are getting that particular packet, right? So then you'll have to pay a certain amount of GST. So ഇതാണ് GST ബേസ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡെസ്റ്റിനേഷൻ ബേസ് സിസ്റ്റം ആക്കി മാറ്റിയിരിക്കുകയാണ് GST-നെ. Fine. Now here we had a lot of taxes before in place. നമുക്ക് ഒരുപാട് ടാക്സസ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ ടാക്സസിനെയൊക്കെ എന്താ ഇവർ ചെയ്തത്? 5 സ്ലാബിലോട്ട് മാറ്റി. 0% ഒരു സ്ലാബ്, പിന്നെ വരുന്നതാണ് 5%, 12%, 18%, 28%. ഈ 5 സ്ലാബിലായിട്ടാണ് പ്രോഡക്ട്സിൻ്റെ എല്ലാ ടാക്സേഷനും ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലക്ഷറി ഐറ്റംസ് ഒക്കെ 28% ടാക്സിൽ വരും, ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ. അതേപോലെ നമുക്ക് 18% ബ്രാക്കറ്റിൽ വരുന്നത് അത്യാവശ്യം എന്താ പറയുന്നത്, എല്ലാവരും നമ്മൾ ഇപ്പോൾ കാറ് നമ്മൾ യൂഷ്വലി മേടിക്കുന്ന വീട്ടിലോട്ട് മേടിക്കുന്ന ഓട്ടോമൊബൈൽസ്, മോട്ടോർ വെഹിക്കിൾസ്, ഇതൊക്കെ നമ്മൾ 18% ബ്രാക്കറ്റിലാണ് യൂഷ്വലി വരുന്നത്. 12% ബ്രാക്കറ്റിൽ വരുന്ന ചില പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ലൈക്ക് സെറീൽസ്, നമ്മൾ ഈ ചോക്കോസ്, കെലോഗ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനത്തെ സെറീൽസ്, അതേപോലെ തന്നെ ജാം, ഇതൊക്കെ 12% ബ്രാക്കറ്റിലും. 5% ബ്രാക്കറ്റിൽ വരുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐറ്റംസ്, പക്ഷേ അത് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ അത് നമ്മൾ 5% ബ്രാക്കറ്റിൽ വരും. 0% എന്ന് പറയുമ്പോൾ ബേസിക് നമ്മൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ ഡയറക്റ്റ്ലി ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അവിടെ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല. എങ്ങനെയാണോ ആ റോ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ മേടിക്കുവാണ്. അപ്പോൾ എഗ്ഗൊക്കെ നമ്മൾ വീട്ടിൽ കോഴി മുട്ട ഇടുന്നതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ മുട്ട എടുത്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആ മുട്ട നമ്മൾ വേറെ ആർക്കെങ്കിലും വിൽക്കുവാണെങ്കിൽ അവിടെ നമ്മൾ ടാക്സ് മേടിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? പക്ഷേ ഇതേ മുട്ട നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ആ റെസ്റ്റോറൻറ്റിൽ നമ്മളൊരു ബോയിൽഡ് എഗ്ഗ് കഴിക്കുകയാണ്. വാട്ട് ആർ ദേ ഡൂയിങ്? ദേ പ്രോസസ്സിങ് ഇറ്റ്, ദേ ബോയിലിംഗ് ദി എഗ് ആൻഡ് ദെൻ ദേ ഗിവിങ് ഇറ്റ് ടു യു ഓൺ എ പ്ലേറ്റ്, റൈറ്റ്? അവിടെ യു ഹാവ് ടു പേ GST. റെസ്റ്റോറൻറ്റ് പറയുന്ന ഒരു ആപ്ലിക്കബിൾ ആയിട്ടുള്ള GST നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. So these are certain things that you need to understand, right? Once you are processing a certain product, then GST is applicable. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോഴി മുട്ട ഇട്ടു, കോഴിയുടെ ആ മുട്ട എടുത്ത് നമ്മൾ കടയിൽ കൊണ്ടുപോവാണ്, ആൾ വന്ന് മേടിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടപ്പുറത്തെ വീട്ടിലോട്ട് നിങ്ങളുടെ കോഴിയുടെ മുട്ട അങ്ങോട്ട് കൊടുക്കുകയാണ്, വിൽക്കുവാണ്. അവിടെ നിങ്ങൾ ടാക്സ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ കോഴിയുടെ മുട്ടക്കിട്ട് ഒന്നും ചെയ്യുന്നില്ല, റൈറ്റ്? വി ആർ നോട്ട് പ്രോസസ്സിങ് ഇറ്റ് ഇൻ എനി വേ. ബട്ട് once you go to a restaurant and you are ordering, I need 2 boiled eggs. What are they doing? They're boiling the egg and then they're serving it to you on a plate. Service charge on it. They're serving it to you on a plate. Avade GST is applicable. Is this point clear? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? Is it clear? Clear, ma'am. Naveen, Ananya? Clear, ma'am. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ മൾട്ടിപ്പിൾ ടാക്സ് സ്ലാബ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 ടാക്സ് സ്ലാബ് ആണ്, 0, 5, 12, 18, 28% എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാണ്ട് ആക്ച്വലി രണ്ട് സ്ലാബും കൂടിയുണ്ട്, 0.25ഉം 3ഉം. പക്ഷെ അത് വളരെ റെയർ ആയിട്ടുള്ള, നമ്മുടെ ഇപ്പം പ്രഷ്യസ് സ്റ്റോൺസ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, അതിനൊക്കെ 0.25 ആണ്. 3% വരുന്നതും ഇങ്ങനത്തെ പ്രോഡക്ട്സ്, ഈ വളരെ റെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില പ്രോഡക്ട്സ് ഉണ്ട്, അങ്ങനത്തെ പ്രോഡക്ട്സ്, ജുവല്ലറി, അങ്ങനത്തെ പ്രോഡക്ട്സിനൊക്കെയാണ് ഈ 3% GST ഒക്കെ വരുന്നത്. ഓക്കെ, ഗോൾഡ് ജുവല്ലറി, അങ്ങനത്തെ പ്രോഡക്ട്സിന്. സോ അത് നമ്മൾ യൂഷ്വലി സ്ലാബ്സ് പറയുമ്പം 0.25ഉം 3%ഉം പറയാറില്ല. പക്ഷേ യു ഷുഡ് നോ ദാറ്റ് ദർ ആർ വെരി ഫ്യൂ പ്രോഡക്ട്സ് ദാറ്റ് ആർ അണ്ടർ ദ 0.25 ആൻഡ് 3% ബ്രാക്കറ്റ് ആസ് വെൽ. ഫൈൻ. മേജർ ആയിട്ടുള്ള ബ്രാക്കറ്റ് എന്താണ്? 0, 5, 12, 18 and 28%. Some websites അല്ലെങ്കിൽ some pages do not calculate the 0 slab. So then you can say that 4 GST slabs ആണുള്ളത് എന്ന് പറഞ്ഞാൽ അതും വാലിഡ് ആണ്, 5 GST slabs ആണുള്ളത് എന്ന് പറഞ്ഞാൽ അതും വാലിഡ് ആണ്. ഓക്കെ, സോ 0, 5, 12, 18, 28.
Some people include the 0 in the slabs. So then there are 5 tax slabs. Some people do not include the 0. Then there are 4 tax slabs. Fine. So this is basically the taxation slabs of GST. Now, dual structure. So, GST system, നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരേ വാല്യൂ ആണ് പേ ചെയ്യേണ്ടത്. അതായത് ഒരേ ടാക്സ് എമൗണ്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ബില്ല് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ CGST, SGST എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു TV മേടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് മേടിച്ചെങ്കിൽ നിങ്ങൾക്കൊരു CGST, SGST എന്ന് പറയുന്ന ബില്ലിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഈക്വൽ ആയിട്ട് ഒരു എമൗണ്ട് സെൻട്രൽ അതിൽ പറയും. 12% ആണെങ്കിൽ 12% CGST goes to the center and 12% SGST goes to your state. Okay, so ഓരോ പ്രോഡക്റ്റിനും ഒരു പെർസെൻറ്റേജ് ഡിസൈഡഡ് ആണ്. The same amount is levied towards CGST and SGST. എന്താണ് CGST, SGST എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. For now, understand that under the GST, the same transaction value is subject to taxation at both the federal level, that the central level, and the state level. In addition to any applicable customs charge, imports of goods and services are subject to IGST since they are regarded as interstate supply. I'll tell you what IGST is. These are the advantages of features of GST. We'll look into what exactly central GST, UTGST, IGST, SGST ഒക്കെ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, സോ കോമ്പണൻസ് ഓഫ് GST, സെൻട്രൽ ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. നമ്മൾ സെൻട്രൽ ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആരാണ് ഇത് ഇമ്പോസ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ഇത് ഇമ്പോസ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ഇത് കളക്ട് ചെയ്യുന്നത്. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ കാശ് യൂസ് ചെയ്യുന്നു. ഇതാണ് CGST. ഓക്കെ, ഹൂ കളക്ട്സ്, ഹൂ ഇമ്പോസസ് and who uses the proceeds? It's all center. Center ആണ് ഇത് completely ചെയ്യുന്നത്. So the central government imposes it, collects it and distributes the money amongst the center itself. It is imposed nationwide at a consistent rate for a specific commodity or a service. അതായത് ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റിക്ക് ഇന്ത്യയിൽ എവിടെ ചെന്നാലും CGST റേറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജാമിന് CGST കൊടുക്കുവാണെങ്കിൽ അക്രോസ് ഇന്ത്യ ഒരൊറ്റ റേറ്റ് മാത്രമേ CGST ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദി എമൗണ്ട് ദാറ്റ് യു ആർ സപ്പോസ് ടു ഗിവ് ഫോർ ദ ജാം മാനുഫാക്ചറിങ് കമ്പനി. ഫൈൻ. സോ ദാറ്റ് എക്സാക്ട്ലി CGST എന്ന് പറയുന്നത് ഒരു കോമ്പണൻറ്റ് ഓഫ് GST ആണ്. നിങ്ങൾ ഏതൊരു ബില്ലെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് CGST, SGST ഒക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും. CGST ഇത്ര ശതമാനം, SGST ഇത്ര ശതമാനം. ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി മേടിക്കുവാണെങ്കിലും അതേ CGST തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, യു ഗെറ്റ് ഇറ്റ്. സോ CGST ഈസ് യൂണിഫോം അക്രോസ് ദ കൺട്രി എവറിവെയർ. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുമ്പം സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇത് ഇമ്പോസ് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത് ആൻഡ് ഇതിൻ്റെ പ്രൊസീഡ്സ് യൂസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സോ ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് യു പർച്ചേസ് എ ഷർട്ട് ഫ്രം എ ബിസിനസ് ഇൻ യുവർ സിറ്റി, the bill will include both CGST and SGST. അതിൽ CGST imposes the CGST, the center imposes the CGST component of these. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഈ പറയുന്ന എത്ര ശതമാനം CGST അപ്ലൈ ആവണമെന്നും അതുമാത്രമല്ല എങ്ങനെയാണ് ഈ CGSTയുടെ പ്രൊസീഡ്സ് യൂസ് ചെയ്യേണ്ടേ എന്നുള്ള കംപ്ലീറ്റ് തീരുമാനം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് കൺഫ്യൂസിങ്? മനസ്സിലായോ എന്താണ് CGST എന്ന്? Can I go ahead? Should I explain once more? Gautam, Naveen? No. Okay. So the next is state goods and services tax. State goods and services tax എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ അവിടെ സപ്ലൈ ആൻഡ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസിന് വേണ്ടി നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ കേസിൽ ആരാണത് കളക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്? സെൻറ്ററാണ്. സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടാക്സിൽ അതാത് സ്റ്റേറ്റുകളാണ് ഇത് ഇമ്പോസ് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത് ആൻഡ് പ്രൊസീഡ്സ് പോകുന്നത് ഈ സ്റ്റേറ്റാണ്. സ്റ്റേറ്റാണ് തീരുമാനിക്കേണ്ടത് ഈ ടാക്സ് എമൗണ്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇൻ്റർ സ്റ്റേറ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾ
മുംബൈ ടു മധ്യപ്രദേശ് നിങ്ങൾ പോകുന്ന ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, മുംബൈയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് മധ്യപ്രദേശിലോട്ട് പോയി വിൽപ്പനയ്ക്ക് പോകുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ ഈ പറയുന്ന സ്റ്റേറ്റ് GST അല്ല ആപ്ലിക്കബിൾ. മഹാരാഷ്ട്രയിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ്, മഹാരാഷ്ട്രയിൽ തന്നെ സെയിൽസിൽ പോവുകയാണെങ്കിൽ മാത്രമേ SGST അവിടെ ആപ്ലിക്കബിൾ ആവുള്ളൂ. അല്ലാത്ത പക്ഷം എന്താണ് ആപ്ലിക്കബിൾ ആവുന്നത് എന്ന് ഞാൻ പറയാം. SGSTയുടെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ്? നമ്മൾ സ്റ്റേറ്റിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അതേ സ്റ്റേറ്റിൽ തന്നെ ആ പ്രോഡക്റ്റ് വിൽക്കുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ ഒരു പ്രോഡക്റ്റിന് എത്ര amount ഓഫ് ടാക്സ് അപ്ലൈ ആക്കാം എന്നുള്ളൊരു തീരുമാനം ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ്. ആൻഡ് ഇതിൻ്റെ പ്രൊസീഡ്സും ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തന്നെയാണ് പോണത്. എന്താണ് ഈ പ്രൊസീഡ്സ് വെച്ച് ചെയ്യേണ്ടത് എന്നത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇറ്റ്സ് അപ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് വാട്ട് എവർ ദേ വോണ്ട് ടു ഡു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനോ സോഷ്യൽ വെൽഫെയർ സ്കീംസിനോ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ SGST എമൗണ്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, അതായത് സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ട്രാൻസാക്ഷൻസിനാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. ഇൻ അഡീഷൻ ടു CGST, നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു പ്രോഡക്റ്റിന് ഒരു CGST കൊടുക്കണം, അതിൻ്റെ കൂട്ടത്തിൽ SGSTയും കൊടുക്കണം. ഓക്കെ, സോ CGST, SGST ഈസ് ആപ്ലിക്കബിൾ ടു ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ട്രാൻസാക്ഷൻസിനാണ് SGSTയും ആപ്ലിക്കബിൾ ആവുന്നത്. The cost of a certain commodity or service may differ depending on the state. ഇപ്പോൾ സ്റ്റേറ്റ് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ചില സമയങ്ങളിൽ മഹാരാഷ്ട്രയിൽ കിട്ടുന്ന സർവീസിൻ്റെ വാല്യൂ വിൽ ബി എ ലോട്ട് ലെസ്സർ ദാൻ പ്രോബബ്ലി വാട്ട് ഈസ് ബീങ് ഗിവൻ ഇൻ ബാംഗ്ലൂർ. ഓക്കെ, ഇപ്പം നമ്മൾ ഹൗസ് ക്ലീനിങ്ങിന് പുറത്തുനിന്ന് ആൾക്കാർ, ഇപ്പോൾ അർബൻ കമ്പനി പോലത്തെ ആപ്ലിക്കേഷൻസിൽ ഇവർ ആൾക്കാരെ ക്ലീൻ ചെയ്യാൻ, വീട് ക്ലീൻ ചെയ്യാൻ ഒരു സർവീസാണത് അല്ലേ, വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയക്കും. നമ്മൾ വീട്ടിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലീനിങ് ഒക്കെ നമുക്ക് ചെയ്യിപ്പിക്കാം ഈ അർബൻ കമ്പനിയെ കൊണ്ട്. ഇവർ വരുന്ന സമയത്ത് ഇവർ ചെയ്ത ഈ സർവീസിൻ്റെ വാല്യൂ, ഓക്കെ, നമ്മൾ മഹാരാഷ്ട്രയിൽ കൊടുക്കുന്ന GST പ്രോബബ്ലി വിൽ ബി എ ലിറ്റിൽ ഡിഫറെൻറ്റ് ദെൻ വാട്ട് ബാംഗ്ലൂർ ചാർജസ് ഓർ കർണാടക ചാർജസ്. സോ ദാറ്റ് ഈസ് വാട്ട് ദേ സെയിങ്, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഇത് ഡിഫർ ചെയ്യുക, വാല്യൂ ഓഫ് ദ service offered or value of the product offered based on which product is manufactured where. Okay, so ഈ സ്റ്റേറ്റ് GST എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ SGST എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിൻ്റെ അനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. സോ ബേസിക്കലി സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ സപ്ലൈ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഒക്കർ ഇൻസൈഡ് ദ സെയിം സ്റ്റേറ്റ്, നോട്ട് ഇന്റർ സ്റ്റേറ്റ്, same state. The state government imposes it, collects it, and the proceeds go to the relevant state. It is applicable to all intra-state transactions in addition to the CGST, that is the central GST, which is levied by the central government, and the proceeds are also collected by the central government. It goes to the central government. Central government decides what to do with the CGST amount, right? The cost of a certain commodity or a service may differ depending on the state. I hope that is simple. ഇനി യൂണിയൻ ടെറിട്ടറീസിനും ഇതേപോലെ GST ഉണ്ട്. സ്റ്റേറ്റ്സിനുള്ളതുപോലെ തന്നെ സെയിം ഫീച്ചറിലുള്ളത് തന്നെയാണ് യൂണിയൻ ടെറിട്ടറീസിൻ്റെ GST. സോ ഈ യൂണിയൻ ടെറിട്ടറീസ് വിത്തൗട്ട് ദിയർ ഓൺ ലെജിസ്ലേച്ചർ ഇറ്റ് ഈസ് കമ്പാരബിൾ ടു SGST, സ്റ്റേറ്റ് GST പോലെ തന്നെ അതായത് ഒരു ലെജിസ്ലേച്ചറുള്ള, നമുക്കറിയാം ലെജിസ്ലേച്ചറുള്ള യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണ്? Which are the territories with legislature? Union territories with legislature? Delhi. Okay, Delhi, Puducherry and Lakshadweep. Lakshadweep ആണോ? Delhi, Puducherry and recently ഉണ്ടായ ഒരു യൂണിയൻ ടെറിട്ടറി ലഡാക്ക് ആൻഡ് എന്താ ഉണ്ടായത്? Jammu and Kashmir, right? Jammu and Kashmir has a legislative assembly. Ladakh does not have. Ladakh and Jammu and Kashmir ഉണ്ടായതിൽ ജമ്മു ആൻഡ് കാശ്മീരിന് മാത്രമാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വന്നിരിക്കുന്നത് അല്ലേ. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള 3 യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളത്, ഡൽഹി, പുതുച്ചേരി ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ, റൈറ്റ്? സോ ദിസ് പെർട്ടിക്കുലർ യൂണിയൻ ടെറിട്ടറീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറീസിന് വേണ്ടിയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള GST ആണ്. ഫൈൻ. സോ ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറീസ് GST എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ഹൗ സ്റ്റേറ്റ് GST വർക്ക്സ് അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഹൗ സെൻട്രൽ GST വർക്ക്സ്
Who is collecting, who is imposing? It is a union territory administration തന്നെയാണ് ഇത് കളക്ട് ചെയ്യുന്നതും ഇമ്പോസ് ചെയ്യുന്നതും ഇതിൻ്റെ പ്രൊസീഡ്സ് യൂസ് ചെയ്യുന്നതും അതേ യൂണിയൻ ടെറിട്ടറിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെ അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂണിയൻ ടെറിട്ടറി ഈ GST അപ്ലൈ ആണ്. സോ UT administration imposes it, collects it and then passes on to the relevant യൂണിയൻ ടെറിട്ടറി. അതായത് നമ്മളിപ്പോൾ പുതുച്ചേരി ആണ് അല്ലെങ്കിൽ നമ്മൾ ലക്ഷദ്വീപിൻ്റെ യൂണിയൻ ടെറിട്ടറിയിലാണ് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ അവിടുത്തെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അവിടെ അപ്ലൈ ആവും. ആൻഡ് ദിസ് പെർട്ടിക്കുലർ യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷനാണ് ഇത് ഇമ്പോസ് ചെയ്യുന്നത്. ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ് ഇത് ഇമ്പോസ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും ആൻഡ് ദെൻ പാസസ് ഓൺ ടു ദ റെലവൻറ്റ് യൂണിയൻ ടെറിട്ടറി. അതായത് ലക്ഷദ്വീപിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷദ്വീപിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഇൻട്രാ UT ട്രാൻസാക്ഷൻസ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്റേണൽ ആ യൂണിയൻ ടെറിട്ടറിയുടെ ഉള്ളിലുള്ള ട്രാൻസാക്ഷൻസിനാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. ദ കോസ്റ്റ് ഓഫ് എ സ്പെസിഫിക് കൊമോഡിറ്റി ഓർ സർവീസ് ക്യാൻ ഡിഫർ ഫ്രം വൺ യൂണിയൻ ടെറിട്ടറി ടു ദ നെക്സ്റ്റ്, ജസ്റ്റ് ലൈക്ക് ഹൗ ദ സ്റ്റേറ്റ് GST വർക്ക്സ്. ഇനിയാണ് ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതായത് നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇന്റേർണലി ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കളിക്കുമല്ല. ഇവിടെ ഒരു സ്റ്റേറ്റിൽ മാനുഫാക്ചർ ചെയ്ത് ആ പ്രോഡക്റ്റ് സഞ്ചരിച്ച് വേറൊരു സ്റ്റേറ്റിൽ പോയി അവിടെയാണ് വിപണിക്ക് അല്ലെങ്കിൽ സെയിൽസിന് പോയി എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം എന്താണ് ചെയ്യുക? ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അപ്ലൈ ആവുന്നത്. അതായത് IGST. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഒക്കർ ബിറ്റ്വീൻ 2 states. ഫൈൻ, ക്ലിയർ? 2 സ്റ്റേറ്റിൽ, അതായത് മാനുഫാക്ചറിങ് ഒരു സ്റ്റേറ്റിലും സെയിൽസ് വേറൊരു സ്റ്റേറ്റിലുമാണ് നടക്കുന്നതെങ്കിൽ അവിടെ പിക്ചറിൽ വരുന്ന GST എന്താണ്? ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇതാരാണ് ഇമ്പോസ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇമ്പോസ് ചെയ്യുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ കളക്ട് ചെയ്ത കാശ് ഇത് ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ സെൻറ്റർ, സ്റ്റേറ്റ്സ് ഇൻവോൾവ് ആൻഡ് ദ സെൻറ്റർ. ഫൈൻ. ഇഫ് ഇറ്റ്സ് മഹാരാഷ്ട്ര ആൻഡ് മധ്യപ്രദേശ്, മഹാരാഷ്ട്രയിൽ മാനുഫാക്ചർ ചെയ്തൊരു പ്രോഡക്റ്റ് മധ്യപ്രദേശിൽ എത്തുകയാണ്. മധ്യപ്രദേശിൽ എത്തുമ്പം അത് ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അവിടെ വരുന്ന GST എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് GST ആണ്. ഈ ഇൻറ്റഗ്രേറ്റഡ് GST തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്, കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആൻഡ് ഈ കളക്ട് ചെയ്ത സാധനം ഈ 2 സ്റ്റേറ്റുകളിലും സെൻട്രൽ ഗവൺമെൻറ്റിനുമായിട്ട് വീതിച്ചെടുക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. ഇസ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് വെരി ക്ലിയർ? ക്ലിയർ ആണോ? എവിടെയാണ് ഇൻറ്റഗ്രേറ്റഡ് GST വരുന്നത്? എവിടെയാണ് സ്റ്റേറ്റ് GST വരുന്നത്? സ്റ്റേറ്റ് GST എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഉള്ളിലത്തെ ആക്ടിവിറ്റീസിൽ മാത്രം വരുന്നതാണ് സ്റ്റേറ്റ് GST. പക്ഷേ ഇവിടെ സ്റ്റേറ്റിൻ്റെ കയ്യിലല്ല സെല്ലിംഗ് വരുന്നത്, അല്ലേ? മഹാരാഷ്ട്രയുടെ കയ്യിലല്ല സെല്ലിംഗ് വരുന്നത്, മധ്യപ്രദേശാണ് സെല്ല് ചെയ്യുന്നത് ആ പ്രോഡക്റ്റ്. മഹാരാഷ്ട്ര എന്താ ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് മാനുഫാക്ചർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇൻറ്റഗ്രേറ്റഡ് GST അപ്ലൈ ആവും. അത് തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഈ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇൻറ്റഗ്രേറ്റഡ് GST കളക്ട് ചെയ്യുന്നതും ഇതിൻ്റെ പ്രൊസീഡ്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യണം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആൻഡ് സെൻറ്ററുമായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നതും ഈ പറയുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആണ്. I hope this is very clear. Okay. Now the central government imposes it, collects it and divides the money it makes between the states and the center. Stated differently, it functions as a combined tax for the federal governments and the state. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ്സിനും, ഇവിടെ ഫെഡറൽ എന്ന് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഒരു കമ്പൈൻഡ് ടാക്സ് ആയിട്ടാണ് IGST വർക്ക് ചെയ്യുന്നത്. റൈറ്റ്? ഇവിടെ ഇപ്പം 2 സ്റ്റേറ്റ്സ് ഇൻവോൾവ് ആണ്, സെൻട്രൽ ഗവൺമെൻറ്റും ഇൻവോൾവ് ആണ്. ഈ 3 പേർക്കും ഒരു കമ്പൈൻഡ് ടാക്സ് ആയിട്ടാണ് ഇൻറ്റഗ്രേറ്റഡ് GST വർക്ക് ചെയ്യുന്നത്. The IGST is assessed in lieu of SGST and CGST and SGST, UTGST for transactions that are interstate or inter-UT. അതായത് നമ്മൾ IGST മെയിനായിട്ട് മെഷർ ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ, നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റ് അവർ ഇതിൽ ഓൾസോ ബേസിക്കലി കമ്പയർ ചെയ്യും. എന്താണ് ഈ പ്രോഡക്റ്റ് മഹാരാഷ്ട്രയിൽ തന്നെ വിറ്റോണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഒരു GST എത്രയാണ്, CGST എത്രയായിരുന്നു, SGST എത്രയായിരുന്നു അതിന് ചാർജ് ചെയ്തിരുന്നത്, അതൊക്കെ നോക്കിയിട്ടാണ് IGST എത്ര എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഫൈൻ. It is imposed nationwide at a consistent rate for a specific commodity or service. അതായത്
ഇതേ പ്രോഡക്റ്റ് നമ്മളിപ്പം ഷർട്ട് മഹാരാഷ്ട്രയിൽ മാനുഫാക്ചർ ചെയ്ത ഷർട്ട് നമ്മളിപ്പോൾ കേരളത്തിൽ വിൽക്കുവാണെങ്കിലും മഹാരാഷ്ട്രയിൽ മാനുഫാക്ചർ ചെയ്ത ഷർട്ട് വെസ്റ്റ് ബംഗാളിൽ വിൽക്കുവാണെങ്കിലും എല്ലായിടത്തും ഇമ്പോസ് ചെയ്യുന്ന IGST വിൽ ബി ദ സെയിം ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, irrespective of if it is sold in Maharashtra or Madhya Pradesh or Telangana or whichever state. ഏത് സ്റ്റേറ്റിലോട്ടാണ് ഈ പ്രോഡക്റ്റ് ട്രാവൽ ചെയ്ത് പോകുന്നത്, irrespective of that, ചാർജ് ചെയ്യുന്ന IGST will be the same. For instance, you will be charged IGST rather than CGST and SGST or UTGST if you purchase a book from an online vendor in a different state. അപ്പോൾ നിങ്ങൾക്കൊരു ബുക്ക് വേണം, പുറത്ത് ഉള്ള ഒരു സ്റ്റേറ്റിൽ നിന്നാണ് ആ ബുക്ക് വരുന്നത്, ആൻഡ് ആ ബുക്ക് വരുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് SGSTയും CGSTയും ഒന്നുമല്ല, നിങ്ങൾ കൊടുക്കുന്നത് IGST ആണ്. ദാറ്റ് ഈസ് ദിസ് പെർട്ടിക്കുലർ ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ബിക്കോസ് ഇറ്റ്സ് ട്രാവലിംഗ് ഫ്രം എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ബീങ് സോൾഡ് ഇൻ എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. ഇറ്റ്സ് ബീങ് മെയ്ഡ് ഇൻ എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്, സോൾഡ് ഇൻ എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ IGST എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. It can be a little confusing, a little dry topic ആണ് ഈ GST എന്ന് പറയുന്നത്, but I just wanted you guys to have some basic idea about it. Is it clear? Any doubt? No, ma'am. No? Naveen, Ananya? If there's any doubt, please let me know. No, ma'am. Clear? I hope Ananya, it's clear to you too. Yes. Fine. So then we'll wind up for the day if there's no other doubt. Okay, there are few advantages of GST that we'll see tomorrow, and then we'll start a new topic. Okay. So then thank you guys. Thank you, ma'am. Have a great day. Same to you, ma'am. Thank you.